തന്തി നിങ്ങക്ക് വയ്യേ. ഓലിക്കൂലി കൂലിക്കും പോവാതെ ഇവിടത്തെ ഒരു പരിപാടിക്ക് പോലും എന്നെ സഹായിക്കത്ത് പോലുമില്ല. പൊന്നു ഡാഡി, അവനെന്താ പണിക്ക് പോവാത്തത്? അവനൊരു കൊച്ചല്ലടാ. അയ്യോ, ആ കൊച്ചിന്റെ മൂന്നിൽ നോക്കട്ടെ. ഒരൊറ്റ അടിക്കാൻ പറ്റില്ല. എന്റെ തന്തട പ്രായമുണ്ടല്ല, അടി ഇവനെ കൊച്ചെന്നാ പറഞ്ഞോ. ചുട്ടുമണി ഷട്ടപ്പ്. എന്റെ പൊന്നച്ച, ഇവനുള്ള സാധനം തന്നെ ഇല്ല എനിക്കും ഉള്ളത്. എന്നാടാ ഞാൻ അറിയാത്ത വേറൊരു സാധനം. എന്റെ പൊന്നച്ച, പ്രായം എന്നെക്കാട്ട് 2 വയസ്സ് ഇളയതല്ലേ അവൻ. എടാ നീയല്ലടാ അവൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ട, ബിസ്ക്കറ്റും ചായയൊക്കെ. ഞാൻ അതേ പണിക്ക് പോകണ്ട, നീയല്ലേ പണിക്ക് പോകേണ്ടത്. അപ്പഴും നോക്കാൻ ഞാൻ പഠിക്കുവോ, പക്ഷെ ഈ വിണ്ണനെ നോക്കാൻ ഞാൻ പഠിക്കൂല. അച്ഛ വീണ്ടും അച്ഛന്റെ 5-ാം കാലം മിണ്ടായിട്ടാ പുറ. അച്ഛൻ പറ, ഞാൻ ഇവിടെ പണിക്ക് പോകണം. എടാ നീ വല്ല ഡോക്ടറാ എഞ്ചിനീയർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകെ. പൊന്നച്ച, അച്ഛനെ പറച്ചിൽ കിട്ടുന്ന ഏതെങ്കിലും പലചരക്കടയ്ക്ക് പോയിട്ട് 2 ഡോക്ടർ 1 എഞ്ചിനീയർ എന്ന് പറയാൻ കിട്ടുമോ? എടാ നീ വേണ്ടടാ ഇവനെ പൊന്നുപോലെ നോക്കാൻ. പൊന്ന ഇവന് ആക്രിക്കടയിൽ കൊണ്ടു കൊടുത്ത് അവര് പോലും എടുക്കൂല. എടുക്കൂല, നിന്റെ അടിയൻ. ഓ, പറയണ കേട്ട് ഇനി ഇത് അച്ഛന്റെ കൊച്ചല്ല, ഇത് എന്റെ കൊച്ചാണെന്നാണ്. ഇതെന്താ? അയ്യോ അച്ഛൻ, അത് മറ്റേത് മറ്റേ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിൽ 2 ചേച്ചിമാടി ഞാൻ ചെന്നപ്പോ ഇങ്ങനെ കാണിച്ച്. അച്ഛാ 4 മണിയായി ബിസ്ക്കറ്റ്. ചുട്ടുമണിക്ക് വിശക്കണം, നീ പോയി ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വാ. ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തതിന് എനിക്ക് എന്ത് തരും? ഞാൻ 2 ബിസ്ക്കറ്റ് തരാം. കണ്ടില്ലേടാ അവന്റെ സ്നേഹം. അച്ഛന്റെ പേഴ്സ് എവിടെ അച്ഛാ? മുടിയൊന്നുമില്ല, പോടാ. മുടി. അച്ഛാ, അച്ഛന്റെ പൊന്നികഷ്ണത്തിന് എടുത്തോട്ടെ. കൊണ്ടോ ചുട്ടുമണി, സൂക്ഷിച്ചു പോണേ. ദ